ഏകീകൃത പൗരത്വ നിയമത്തിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം UCC സമിതി സമർപ്പിച്ച കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കാനിരിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, ഇന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഡെറാഡൂണിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് UCC കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. കഴിഞ്ഞ ദിവസം 5 അംഗ സമിതി 1.5 വർഷത്തെ പഠനത്തിന് ശേഷം 2.5 ലക്ഷത്തോളം ആളുകളുടെ നിഗമനങ്ങൾ എടുത്തു കഴിഞ്ഞ് പിന്നീട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിനുള്ള അംഗീകാരമാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ മുതൽ 8-ാം തീയതി വരെ ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കാൻ പോകുന്നു. ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിന് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ട്. നമുക്കറിയാം, BJP സർക്കാർ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. അതിനാൽ ഈ ബില്ല് സ്വാഭാവികമായും നിയമസഭ കടക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ശക്തമായ നിയമമാണ് വരുന്നത്. ഏതാണ്ട് 2022 BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് വളരെ വേഗത്തിൽ നടപ്പാക്കുമെന്നുള്ളതായിരുന്നു. അധികാര തുടർച്ച ലഭിച്ചതിന് ശേഷം ആദ്യം തന്നെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ 2022 മെയ് മാസത്തിൽ 5 അംഗ സമിതിയെ നിയോഗിക്കുകയും എങ്ങനെയാണ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയുന്നതെന്നത് സംബന്ധിച്ച പഠനം നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമിതി കരട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഏകീകൃത പൗരത്വ നിയമത്തിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് UCC സമിതി സമർപ്പിച്ച കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. നാളെ ആരംഭിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കും. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.